നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ പുണർന്ന നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് മിഥുനക്കൂറിലാണ്. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 12ലാണ് ചാരവശാൽ വ്യാഴം സഞ്ചരിക്കുന്നതെങ്കിൽ പോലും പഞ്ചമഹാവൃക്ഷത്തിലെ ഭദ്രായോഗം ചെയ്തിട്ട് ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ബുധൻ മിഥുനൻ രാശിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ആദിത്യനോട് യോഗം ചെയ്ത് നിപുണായോഗം ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ വരുന്ന 12-ാം തീയതിക്ക് ശേഷം ശുക്രനും കൂടി ബുധനോടൊപ്പം ചേർന്നു. അപ്പോൾ ബുധശുക്ര യോഗം വന്നു, രംഗായോഗം വന്നു, നിപുണായോഗം വന്നു. അങ്ങനെ 2-3 യോഗങ്ങളൊക്കെ ഉള്ളത് കാരണം കൊണ്ട് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ്. കാരണം ഭാഗ്യാധിപതിയായിരിക്കുന്ന ശരി ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നത് കൊണ്ട് എല്ലാ രീതിയിലുള്ള ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ വീട് പണി തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ യോഗമുള്ള സമയമാണ്. പക്ഷേ ഭരണകാരകനായിരിക്കുന്ന കേതു 4 നിൽക്കുന്ന കാരണം കൊണ്ട് തുടങ്ങി വെച്ചതിന് ശേഷം പെട്ടെന്നൊരു തടസ്സങ്ങൾ വരാനും കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കാനൊക്കെ സാധ്യത വരാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. കലാപരമായ മേഖലയിൽ പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമാണ്. അതുപോലെ തന്നെ വീട് മോടി പിടിപ്പിക്കാനായിട്ട് സാധിക്കുക, അതേപോലെ ഗ്രഹോപകരണങ്ങൾ സ്വന്തമാക്കാനായിട്ട് സാധിക്കുക, എൻ്റർടൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുക, വിനോദയാത്രകൾ, ഇങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ്. സർവാഭിഷ്ട സ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. എന്നാൽ 10-ാം ഭാവത്തിൽ അമൃത വിഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു നിൽക്കുന്ന കാരണം തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ മുടക്കങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല 4-ാം ഭാവത്തിൽ നിൽക്കുന്ന കേതു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, അതുപോലെ തന്നെ ചെറിയ അസ്വസ്ഥതകൾ കാര്യങ്ങൾ അനുഭവപ്പെടുക, സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, വേണ്ടപ്പെട്ടവരുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെയുള്ള കുറച്ച് ദോഷഫലങ്ങൾക്ക് യോഗമാണെങ്കിലും സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ടുള്ള യോഗമാണ്. ദശാസംബന്ധമായിട്ടും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണ് ഉള്ളതെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ചും വീട് വിട്ടൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചാണെങ്കിൽ ചെയ്യുന്ന തൊഴിലിന് തക്കതായിരിക്കുന്ന വരുമാനം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കും. എൻ്റർടൈൻമെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. മനസ്സിന് സുഖം തരുന്ന മേഖലയിലൊക്കെ ഗുണപ്രദമായ രീതിയിൽ സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള സന്തോഷം നല്ല രീതിയിൽ അനുഭവപ്പെടുകയും സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. എന്നാൽ 7-ാം ഭാവാധിപതി 12-ലായത് കാരണം കൊണ്ട് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ അനുഭവപ്പെടാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അത് കാരണം കൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ദേഷ്യം, എടുത്തുചാട്ടം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ലഗ്നത്തിലാണ് അഗ്നികാരകനായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്. എന്തെങ്കിലും ഒന്ന് കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വരുംവരായികൾ ചിന്തിച്ച് പെട്ടെന്ന് തന്നെ അതിന് പുറകെ പോകുന്ന ഒരു സ്വഭാവം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറുകാർക്ക് സർവാഭിഷ്ട സ്ഥാനത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. സധനോ അന്ത്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് 12-ാം തീയതിക്ക് ശേഷം ശുക്രൻ 12-ലേക്ക് വരുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗം കൂടുതലായിട്ടുണ്ട്. പക്ഷേ അനാവശ്യമായിട്ട് കുറച്ച് ചിലവ് വർദ്ധിക്കും. അതുപോലെ തന്നെ സഹായികളായിരിക്കുന്ന വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. ചെറിയ നടുവേദന പോലെയുള്ള ചെറിയ രോഗാവസ്ഥ കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ രുചകായോഗം വരുന്നത് കാരണം കൊണ്ട് ഉത്സാഹം വർദ്ധിക്കുകയും ശൗര്യം വർദ്ധിക്കുകയും എന്ത് സാഹസ പ്രവൃത്തി ചെയ്തും ധനം സമ്പാദിക്കാനായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഈ മാസം വളരെ നല്ല ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പുണർന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.